അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് മലപ്പുറത്തിൻ്റെ സ്വന്തം മിനി ഊട്ടിയിലാണ് കേട്ടോ. അപ്പോൾ ഞാനും വൈഫുമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇവിടുത്തെ പെറ്റ്സ് പാർക്കിലേക്കൊന്ന് കയറി നോക്കാം. 50 രൂപയാണ് കേട്ടോ ഒരാൾക്ക് ടിക്കറ്റ് വരുന്നത്. ഇവിടെ കയറി വരുമ്പോൾ തന്നെ ഫസ്റ്റ് ഒരു ഉടുമ്പിനാണ് കേട്ടോ കാണുന്നത്. ടെഗു ഉടുമ്പ് അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ പേര്. പിന്നെ ഇവിടെ വേറൊരാളുണ്ട്, വെള്ളക്കീരി. ആശ നല്ല ഉറക്കത്തിലാണ് ഞങ്ങൾ വന്ന സമയത്ത്, അതുകൊണ്ട് അതിൻ്റെ മുഖം ശരിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഇവിടെ ഒരു യമുണ്ട്. ഇതിനൊക്കെ പിന്നെ നമ്മൾ മുമ്പേ കണ്ടിട്ടുള്ളതാണ്. ഇവിടെ ഇഗ്വാന. ഇവിടെ 2 ഇഗ്വാന ഉണ്ട്. ഒന്ന് ആ മരത്തുമേലുണ്ട്, ഒന്ന് അവിടെ നിലത്ത് കിടക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കുകയാണ് തോന്നുന്നുണ്ട്. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ കുറച്ച് പക്ഷികളെ കാണാൻ സാധിക്കുന്നുണ്ട്. ഡയമണ്ട് ഡവ് എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര്. ഓസ്ട്രേലിയയിൽ കാണപ്പെടുന്ന പക്ഷിയാണ് കേട്ടോ ഈ ഡയമണ്ട് ഡവ് എന്ന് പറയുന്നത്. ഇതിൻ്റെ അപ്പുറത്ത് വേറെന്തോ ഒരു പക്ഷി കൂടി ഉണ്ട്, കോക്ടെയിൽ. ഇതും ചെറിയൊരു അധികം വലിപ്പമൊന്നുമില്ലാത്തൊരു പക്ഷിയാണ്. ജാവാകുരുവി ഇതൊക്കെ കൂട്ടിലിട്ടില്ല. ആഫ്രിക്കൻ ലവ് ബേർഡ്സ്. ഈ സാധനത്തിൻ്റെ പേരെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ശാശം ഭയങ്കര വികൃതിയാണ് തോന്നുന്നുണ്ട്. നമ്മളെ കണ്ടപ്പോൾ കണ്ടില്ലേ, എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. ഇയാൾ കുറച്ച് ഡേഞ്ചറാണ്. പയൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഇവിടെ പല ടൈപ്പ് കാടകളുണ്ട് കേട്ടോ. ബോബോ വൈറ്റ് കാടയാണ് ഈ കാണുന്നത്. ഇതിൻ്റെ അപ്പുറത്ത് വേറെ എന്തോ ഒരു കാട ഇവിടെ ഉണ്ട്. ചൈനീസ് പെയിൻറ്റഡ് കാട. ചൈനീസ് ചായം പൂശിയ കാടകൾ. ചൈനയിൽ കാണപ്പെടുന്ന കാടയാണ് ഇട്ടത്. അപ്പോൾ അവിടെ ഒരു ഒട്ടക പക്ഷി നിൽക്കുന്നുണ്ട്. അതിൻ്റെ അടുത്തൊന്ന് നമുക്ക് പോയി നോക്കാം. അപ്പോൾ ഒട്ടക പക്ഷിക്ക് എന്തോ സുഖമില്ല എന്ന് തോന്നുന്നുണ്ട്. അതിൻ്റെ നടത്തൊക്കെ കണ്ടിട്ട് കാലിനൊക്കെ എന്തോ പരിക്കൊക്കെ പറ്റിയിട്ടുള്ള പോലെ തോന്നുന്നുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് വെറൈറ്റി ആടുകളുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലധികം കാണാത്ത ടൈപ്പ് ആടുകളാണ്. പിന്നെ ഇവിടെ ഒരു മുയലുണ്ട്. ഇതിൻ്റെ അപ്പുറത്ത് എന്തോ ഒരു എലി, എന്തോ ടൈപ്പ് എലിയാണ് തോന്നുന്നുണ്ട്. പിന്നെ ഇവിടെ ഒട്ടകമുണ്ട്. ഒട്ടകത്തിൻ്റെ അപ്പുറത്ത് ഒരു കുതിരയുണ്ട്. ഒട്ടകത്തിന് തീറ്റ കൊടുക്കാനുണ്ട് ഒരാൾ. അതിൻ്റെ അപ്പുറത്ത് വേറൊരു കുതിര കൂടെ ഉണ്ട് കേട്ടോ. അത് നമ്മൾ നേരത്തെ കണ്ടില്ല. ഒരു ഹൈറ്റില്ലാത്തൊരു ചെറിയൊരു കുതിര കൂടെ ഉണ്ട്. പിന്നെ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ചെറിയ ചെറിയ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഒരു ഫാമിലി ആയിട്ടൊക്കെ വന്നാൽ അടിച്ച് പൊളിച്ച് പോവാം ഇവിടെ വന്നാൽ. ഇവിടെ അതൊരു കുട്ടി മലമ്പാവനെ തോളിലിട്ടൊക്കെ ഉണ്ട് കേട്ടോ. എൻ്റെ വൈഫിൻ്റെ മേലെ ഒന്ന് വെച്ച് കൊടുത്തോക്കട്ടെ. എൻ്റെ തലയോടെ അപ്പോൾ പെരുമ്പാമ്പിനെ കൈമേൽ വെച്ചോടെ ഓക്ക് മതിയായിട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പോന്നിട്ട് ഇവിടെ ഇപ്പുറത്ത് വേറെ ഇവിടെ ഫുള്ള് ബേർഡ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ.
പല ടൈപ്പ് ബേഡ്സുകളാണ്. ഇവിടെ മേലെയും കൂട്ടിലും നിലത്തും ഒക്കെ ഉണ്ട്. ഇത് ലോകത്തിലെ ഏറ്റവും ചെറിയ നായ എന്നാണ് കേട്ടോ ഇതിനെ ഇവിടെ എഴുതി വെച്ചത്. ചിഹ്വാഹ്വ അങ്ങനെ എന്താണ് ഇതിൻ്റെ പേര്. ലോകത്തിലെ ഏറ്റവും ചെറിയ നായ എന്നാണ് ഇതിനെ പറയുന്നത്. പിന്നെ ഇവിടെ അരാപ്പൈമ അലിഗേറ്ററിനൊക്കെ ഇവിടെ ഒരു ചെറിയൊരു കുളത്തിലിട്ടിട്ടുണ്ട്. ഇതിൻ്റെ അടുത്ത് കുളത്തിൽ കൈയിടരുത് എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. കൈയിട്ട് കഴിഞ്ഞാൽ അത് കടിച്ചു കൊണ്ടുപോകും. അത്രയ്ക്ക് ഡേഞ്ചറാണ് ഈ അരാപ്പൈമയും അലിഗേറ്ററൊക്കെ. പിന്നെ ഇവിടെ ഒരാൾ ഇരിക്കുന്നുണ്ട്. ഏത് വിഭാഗമാണെന്ന് എനിക്ക് മനസ്സിലായില്ല. കണ്ടിട്ട് ഒരു കുരങ്ങ് വിഭാഗത്തിൽപ്പെട്ട ഏതൊരു മൃഗമാണെന്നാണ് തോന്നുന്നത്. പൂച്ച പിന്നെ പണ്ടേ എനിക്കൊരു വീക്ക്നെസ് ആണ് കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെ അതിനെ തലോടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പുറത്ത് തന്നെ നമ്മൾ നേരത്തെ കണ്ട ആളുമുണ്ട്. പിന്നെ ഇവിടെ മക്കാവും ഉണ്ട്. മക്കാവിനെ വേണമെങ്കിൽ നമുക്ക് തലയിലും തോളിലൊക്കെ വെക്കട്ടോ. തലയിൽ പിന്നെ അവിടെ കുറേ മീനുകളുണ്ട് കേട്ടോ ഈ കുളത്തിൽ. എല്ലാവരും ഇങ്ങനെ കൈയിടുന്നുണ്ട്. കൈയിടുമ്പോൾ കണ്ടില്ലേ, തീറ്റ എന്ന് വിചാരിച്ചിട്ട് അവരെല്ലാവരും കൂടെ കൂട്ടം കൂടിയിട്ട് ഇങ്ങനെ വരികയാണ്. അപ്പോൾ നമ്മൾ പെറ്റ്സ് പാർക്കിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ നമ്മളവിടെ അടുത്ത് വേറൊരു പാർക്കുണ്ട്, മിസ്റ്റി ലാൻഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇനി ഇവിടെ കയറി നോക്കാം കേട്ടോ. ഇവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെയാണ് ഇനി. വെറും 20 രൂപ കേട്ടോ ഇവിടെ ഒരാൾക്ക് അകത്തേക്ക് കയറാൻ ടിക്കറ്റ് വരുന്നത്. പിന്നെ അകത്ത് കയറിയാൽ ഓരോ റൈഡിനും സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കേണ്ടതാണ്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ്. കാല് കുത്താൻ സ്ഥലമില്ല ഇതിൻ്റെ ഉള്ളിൽ. എല്ലാ റൈഡിലും നല്ല തിരക്കാണ്. ഗ്ലാസ് ബ്രിഡ്ജിലൊക്കെ കണ്ടില്ലേ തിരക്ക്. തിരക്കായതുകൊണ്ട് നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറിയില്ല കേട്ടോ. അവിടെ അപ്പുറത്ത് കുറേ ആൾക്കാർ ക്യൂ നിൽക്കുന്നുണ്ട് അതിൽ കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളതിൽ കയറിയിട്ടില്ല. ഇതിൻ്റെ അടിയിൽ സ്പാ ഉണ്ട് കേട്ടോ, ഫിഷിൻ്റെ. ഒരാൾക്ക് 50 രൂപയാണ്. അപ്പോൾ ഞങ്ങളത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല സുഖമാണ് കേട്ടോ, കാലൊക്കെ നല്ല ക്ലീനായി കിട്ടും. അപ്പോൾ നമ്മൾ സ്പാ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് ഇനി നമ്മൾ ഇതിൻ്റെ മേലെ കയറാൻ പോവാണ്. വാച്ച് ടവറാണ് ഉണ്ടത്. ഇതിൻ്റെ മേലെ കയറി കഴിഞ്ഞാൽ ഈ മിനിയൂട്ടി മൊത്തം കാണാൻ കഴിയുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ മേലെ നിന്നിട്ടുള്ള വ്യൂ ആണിത്. അടിപൊളിയാണ് കേട്ടോ. നല്ല ഹൈറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ മിനിയൂട്ടി മൊത്തം ഇതിൻ്റെ മേലെ നിന്നാൽ കാണാൻ കഴിയും. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ അടുത്ത് പോകാൻ പോകുന്നത് ഇനി ടണലക്കോറിയത്തേക്ക് കണ്ടോ. ഒരാൾക്ക് 100 രൂപയാണ് ഇവിടെ ടിക്കറ്റ് ടണലക്കോറിയത്തേക്ക്. അപ്പോൾ കയറി വരുമ്പോൾ തന്നെ ഇവിടെ കുറേ അക്വേറിയങ്ങളുണ്ട്. പല വെറൈറ്റി മീനുകൾ ഇങ്ങനെ അക്വേറിയത്തിലിട്ടിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ വെള്ളച്ചാട്ടം പോലെ ഒരു സംഭവമുണ്ട്. അപ്പോൾ ഇതിലും ഉണ്ട് കേട്ടോ മീനുകൾ. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മളെ മെയിൻ സംഭവം വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ ടണൽ അക്വേറിയം. എന്തല്ലേ അടിപൊളിയല്ലേ. ഒരുപാട് വെറൈറ്റി മീനുകൾ നമ്മളെ തലക്ക് മേലിലൂടെ ഇങ്ങനെ നീന്തുകയാണ് കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ഇതിന് അടിയിലൂടെ പോകുമ്പോൾ.
അടിപൊളിയാണ്. ഒക്കെ വെറൈറ്റി മീനുകളാണ്. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ടൈപ്പ് മീനുകളാണ് ഇതൊക്കെ. ചെറുതുണ്ട്, വലുതുണ്ട്, പല ടൈപ്പും ഉണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് ഇനി ഫുള്ള് വലിയ മീനുകളാണ് കേട്ടോ. പോകുന്നതിനനുസരിച്ച് വലിപ്പം ഇങ്ങനെ കൂടി വരുന്ന കണ്ടില്ല. ഇവിടെ ഉണ്ടല്ലേ ഫുള്ള് വലിയ മീനുകൾ. അവിടെ മുഴുവൻ അരാപ്പയ്മൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട് മേലെ. അപ്പോൾ നമ്മൾ ഇനി ഇവിടുന്ന് ഇറങ്ങാം കേട്ടോ. നമുക്ക് എല്ലാ റൈഡിലും കയറാൻ വയ്യ, നല്ല തിരക്കായതുകൊണ്ട് തന്നെ സമയമില്ല. അപ്പോൾ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.